ബി.ജെ.പി. മാർച്ചിനിടെ പോലീസ് മർദ്ദനത്തിൽ പരാതി നൽകി ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ മിനി ക്യാബിനറ്റായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നുവെന്ന് CPI ദേശീയ നിർവാഹക സമിതി യോഗം പി സന്തോഷ് കുമാർ MP. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം ക്രിസ്ത്യൻ സമൂഹത്തോട് സർക്കാർ വലിയ വിവേചനം കാട്ടുകയാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ അരിയങ്ങാടി മാർക്കറ്റിൽ കയറ്റിറക്ക് മണിക്കൂറുകളോളം സ്തംഭിച്ചു. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. ദേശീയപാതയിലെ ചാലക്കുടി മുരിങ്ങൂർ മേഖലയിൽ വൻ ഗതാഗതക്കുരുക്ക്. 10 കിലോമീറ്റർ വരെ വാഹനങ്ങൾ കുടുങ്ങി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 ഗുരുതരമായി പരിക്കേറ്റ കൂനമൂച്ചി സ്വദേശി ആന്റണി മരിച്ചു. നാളെ ചിങ്ങം 1 പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന് 8-ന് പുലികളി. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച 50-കാരന് 33 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കയ്പമംഗലം സ്വദേശി രഘുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ ലാത്തികൊണ്ടടിച്ച സംഭവത്തിൽ ബി.ജെ.പി. നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. മാർച്ചിനിടെ വിരോധം തീർക്കാൻ തലക്കടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഒരു പ്രകോപനവുമില്ലാതെ ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ തലക്കടിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. ഹെൽമറ്റും മാസ്കും ധരിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സുരേഷ് ഗോപി MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് ബി.ജെ.പി. പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ മിനി ക്യാബിനറ്റായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നുവെന്ന് CPI ദേശീയ നിർവാഹക സമിതി യോഗം പി സന്തോഷ് കുമാർ MP. രാഷ്ട്രീയത്തിൽ ഒരു അശ്ലീലം പോലെ ഉയർന്നു നിൽക്കുകയാണ് സുരേഷ് ഗോപിയെന്ന് സന്തോഷ് കുമാർ MP. തൃശൂരിൽ CPI സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സദസ്സ് സംഘടിപ്പിച്ചത്. സവർക്കറുടെ ചിത്രം വലുതാക്കി മഹാത്മാഗാന്ധിക്ക് മീതെ പ്രതിഷ്ഠിക്കുകയെന്ന പാതകം ചെയ്തത് സുരേഷ് ഗോപിയുടെ മന്ത്രാലയമാണെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്ത പി സന്തോഷ് കുമാർ MP പറഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കുമ്പോൾ അതൊരു പുതിയ കാര്യമായിരിക്കണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലോളം കാലമായി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ധാരാളമായ ആക്ഷേപങ്ങളുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ടാമ്പറിംഗ്, അതിനെ കൃത്രിമമായി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ആകെ അട്ടിമറിക്കുന്ന സ്ഥിതി. അങ്ങനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന ഒരു ലേഖനം തന്നെ എഴുതിയത് ബി.ജെ.പിയുടെ കഴിഞ്ഞ MP ആയിരുന്ന ജയന്ത് സിൻഹയാണ്. സാമാന്യ മര്യാദയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണം. സുരേഷ് ഗോപി രാഷ്ട്രീയ മാലിന്യമെന്ന് സന്തോഷ് കുമാർ ആരോപിച്ചു. തൃശൂർക്കാരുടെ ഈ വിധി ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെയെന്നും സന്തോഷ് കുമാർ പരിഹസിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരനായകന്മാരായി ഉദയം ചെയ്യുന്ന പുതിയ കാഴ്ചയാണ് കാണേണ്ടി വരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ MP CN ജയദേവൻ അധ്യക്ഷത വഹിച്ചു. KP രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവരും സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. രാഷ്ട്രനിർമ്മിതിക്ക് ഏറ്റവുമധികം സംഭാവന നൽകിയിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തോട് സർക്കാർ വലിയ വിവേചനം കാട്ടുകയാണെന്ന് CBCI പ്രസിഡന്റും അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടുള്ള സർക്കാർ വിവേചനത്തിനെതിരെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സമര പ്രഖ്യാപന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. സർക്കാരിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹം നേരിടുന്നത് വേദനാജനകമായ അനുഭവങ്ങളാണ്. നിയമനങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. 2018 മുതൽ 2021 വരെ നടത്തിയിട്ടുള്ളത് താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ്. ശമ്പളം കിട്ടാതെ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ബഹുഭൂരിപക്ഷവും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിനോട് ഈ അനീതിയെന്നും മാർ താഴത്ത് ചോദിച്ചു. എത്രയും വേഗം അധ്യാപക നിയമനം അംഗീകൃതമാക്കി അവർക്ക് ശമ്പളം ലഭ്യമാക്കണമെന്ന് മാർ താഴത്ത് ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന സമര പ്രഖ്യാപന കൺവെൻഷനിൽ മാർ ആൻഡ്രൂസ് താഴത്ത് സമരാഗ്നി തെളിയിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം,
ടീച്ചേഴ്സ് അതിരൂപത പ്രസിഡന്റ് AD സാജു, തൃശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ടീച്ചേഴ്സ് ഗിൽഡ് സെക്രട്ടറി ജോഫി C. മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അരിയങ്ങാടി മാർക്കറ്റിൽ മണിക്കൂറുകളോളം കയറ്റിറക്ക് സ്തംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കരാറുകാരൻ ഇന്നു മുതൽ പുതിയ നിരക്ക് ഈടാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. ലോറികളിൽ നിന്ന് ലോഡ് ഇറക്കുന്നത് കരാറുകാരൻ തടയുകയായിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു. തുടർന്ന് കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 3 ചക്ര വാഹനങ്ങൾ 30 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 70 രൂപയും 12 ചക്ര വാഹനങ്ങൾക്ക് 265 രൂപയും 16 ചക്ര വാഹനങ്ങൾക്ക് 649 രൂപയുമാണ് പുതിയ നിരക്ക്. നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് വാഹന ഉടമകൾ പറഞ്ഞു. പേട്ടക്കൂലി വർദ്ധിച്ചതോടെ ചരക്ക് വാഹനങ്ങൾ തൃശൂർ മാർക്കറ്റിലേക്ക് ഇനി വരില്ലെന്ന ആശങ്കയിലാണ്. കയറ്റിറക്ക് തൊഴിലാളികൾ പോലീസും കോർപ്പറേഷൻ അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്ന് ചരക്ക് നീക്കം പുനരാരംഭിച്ചു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ശമനമില്ലാതെ ചാലക്കുടി. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ രൂക്ഷമായ ഗതാഗത സ്തംഭനം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തുടരുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് കിലോമീറ്ററുകൾ നീളുന്ന സ്ഥിരം ഗതാഗതക്കുരുക്കിന് കാരണം. 10 കിലോമീറ്റർ അകലെ കൊടകര വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ കടന്നുപോകാൻ ഭാരവാഹനങ്ങൾ ഏറെ സമയമെടുക്കുന്നതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അടക്കം പോകാൻ ആശ്രയിക്കുന്ന പ്രധാന പാതയിലാണ് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് 1 മാസത്തേക്ക് പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് നിർത്തിവച്ചിരുന്നു. സുപ്രീം കോടതി ദേശീയപാത അതോറിറ്റിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഇരു കോടതികളും ഇടപെട്ടിട്ടും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിന് സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 കൂനമുച്ചി സ്വദേശി കുത്തൂർ വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ 59 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആന്റണി. ആന്റണിയുടെ ഭാര്യ പുഷ്പ, കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി കുഞ്ഞിരാമൻ എന്നിവർ അപകട ദിവസം മരിച്ചിരുന്നു. ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി വിപിൻ, ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി അനീഷ്, രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി വിനോദ്, കണ്ണൂർ ചെറുകുന്ന് സ്വദേശി ചന്ദ്രൻ എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ തെറ്റായ ദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ആംബുലൻസ് മറിഞ്ഞു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം കിൻഡ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ്, കുന്നംകുളം. നാളെ ചിങ്ങം 1, മലയാളിയുടെ പുതുവർഷ പിറവി. കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. ലൈംഗികമായി പീഡിപ്പിച്ച 50കാരന് 33 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ.
കയ്പമംഗലം സ്വദേശി വെട്ടുകാതിൽ വീട്ടിൽ രഘുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2024 ജൂൺ 5-നാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന 13 വയസ്സുകാരിയെയാണ് പ്രതി വലിച്ചിഴച്ച് അടുത്തുള്ള പാമ്പുംകാവിനരികിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. ക്യാൻസർ രോഗത്താൽ കിടപ്പിലായ അമ്മൂമ്മയും ഇളയ അനുജത്തിയും മാത്രമാണ് സംഭവ സമയം കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു, അഡ്വക്കേറ്റ് PR ശിവ എന്നിവർ കോടതിയിൽ ഹാജരായി. വീട്ടിലെ AC-യിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. മാള പുത്തൻചിറ പാറയംകാട് സ്വദേശി താനത്തുപറമ്പിൽ അൻവറാണ് മരിച്ചത്. അബുദാബിയിൽ കപ്പലിൽ ജോലിക്കാരനാണ് ഇയാൾ. 10 ദിവസം മുൻപാണ് അവധിയിൽ നാട്ടിലെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കാട്ടാനകളുടെ ആക്രമണത്തിൽ പെരിങ്ങൽകുത്ത് സ്കൂൾ കെട്ടിടത്തിന് കേടുപാടുണ്ടായി. ഭക്ഷണം തേടിയെത്തിയ ആനക്കൂട്ടം സ്കൂളിന്റെ സ്റ്റോർ റൂമാണ് തകർത്തത്. ഗ്രില്ലും മറ്റും മറിച്ചിട്ടു. വാതിലും പൊളിച്ചു. ചാക്കിൽ വെച്ചിരുന്ന അരിയും പലവ്യഞ്ജനങ്ങളും ആനകൾ തിന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് ആനകൾ ഇറങ്ങിയത്. രാവിലെ സ്കൂൾ ജീവനക്കാർ എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് പലവട്ടം സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇത്തരത്തിൽ ആനകളുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. മഹാപ്രളയത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് 7 ആണ്ട് തികഞ്ഞു. അന്ന് ഏറെ നാശനഷ്ടം നേരിട്ട ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ്. ചാലക്കുടി നഗരസഭയുടെ പുഴയോരം പ്രദേശത്തും പരിയാരം മേലൂർ കാടുകുറ്റി പഞ്ചായത്തുകളുമാണ് അന്ന് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മേലൂരിലെ ഡിവൈൻ ലഹരിമുക്ത കേന്ദ്രത്തെ മുക്കിയ പ്രളയത്തിൽ 100ഓളം രോഗികളുടെ ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പടിഞ്ഞാറേ ചാലക്കുടിയിൽ വീടിടിഞ്ഞു വീണ നഗരത്തിലെ വ്യാപാരിയും അമ്മയും മരിച്ചത് പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയാണ്. വെട്ടിക്കുഴിയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയുടെ മരണവും സ്വകാര്യ ബസ് ജീവനക്കാരന് മുരിങ്ങൂരിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമായതും കണ്ണീരോർമ്മകൾ. ചാലക്കുടി നഗരത്തിലും ദേശീയപാതയിലും വെള്ളം കയറി. വെറ്റിലപ്പാറ പാലം ഭാഗികമായി തകർന്നു. പ്രളയത്തിൽ പുഴയിലൂടെ ഒഴുകിയ മരങ്ങൾ വെട്ടുകാട് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞു നിന്നു. ഒടുവിൽ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകി. പാലം തന്നെ ഒലിച്ചു പോകുമോ എന്ന പേടിയുണ്ടായി. പിന്നീട് ഇവിടം കേന്ദ്രീകരിച്ചു നടന്നത് വിലമതിക്കാനാകാത്ത രക്ഷാപ്രവർത്തനം. വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും കുറച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് മേലൂർ. കൂടെ കാടുകുറ്റിയും സമാനമായ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഓർമ്മകൾ അനുസ്മരിപ്പിക്കപ്പെടുന്ന രീതിയിൽ കാലാവസ്ഥയിൽ കാണുന്ന വ്യതിയാനം തീർത്തും ഭീതിജനകമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കുറേ കാലത്തെ ഓർമ്മകൾ പിന്നോട്ട് പോകുമ്പോൾ തികച്ചും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു അനുഭവമായി നിലനിൽക്കുകയാണ്. മഹാദുരന്തവും കെടുതികളും രക്ഷാപ്രവർത്തനവുമെല്ലാം വരും തലമുറയുടെ ഓർമ്മയിലേക്ക് പകരാൻ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാടും പരിയാരത്തെ കാഞ്ഞിരപ്പള്ളിയിലും സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. കുറാഞ്ചേരി ദുരന്തം കഴിഞ്ഞ് 7 കൊല്ലം പൂർത്തിയാകുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഉറ്റവരും സ്നേഹിതരും പ്രണാമമർപ്പിച്ചു. 2018 ഓഗസ്റ്റ് 16-ന് കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 19 ജീവനുകളാണ് പൊലിഞ്ഞത്. അനുസ്മരണ യോഗത്തിൽ MLA-മാരായ AC മൊയ്തീൻ, സേവിയർ ചിറ്റിലപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, MR അനൂപ്, കിഷോർ, MR സോമനാരായണൻ, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം, T ഗോപാലകൃഷ്ണൻ, ശിവൻ വീട്ടിക്കുന്ന, വിനോദ് ചേലക്കര തുടങ്ങിയവർ സംസാരിച്ചു.
ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് സമരസംഗമം സംഘടിപ്പിച്ചു. കുട്ടുങ്ങൽ ചതുരത്തിൽ നടന്ന പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം ജർമ്മനിൽ വന്നവർ. IYF ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ യുവസംഗമം സംഘടിപ്പിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. AIFF ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാരൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ദിനേശ്, മണ്ഡലം സെക്രട്ടറി VK പ്രവീൺ, AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിൽ 1980-കളിൽ തൊഴിലല്ലെങ്കിൽ ജയിലെന്ന മുദ്രാവാക്യവുമായി ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ അണിനിരത്തിയ യുവജന പ്രസ്ഥാനമാണ് AIYF. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ഇന്ന് 18 വയസ്സെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വോട്ടവകാശം, ആ വോട്ടവകാശത്തിന് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും മാള കുരുവിലശ്ശേരി RVLP സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് കാട് കയറി കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം നടത്തുന്ന പരിശോധനയിൽ ഈ പൊതുവിദ്യാലയത്തിന്റെ പരിസരം കാണാതെ പോകുന്നതായാണ് ആക്ഷേപം. വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി സാക്ഷ്യപ്പെടുത്തുന്നവർ പരിസരം കൂടി സുരക്ഷിതമാണെന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മാള പഞ്ചായത്തിലെ കുരുവിലശ്ശേരി RVLP സ്കൂളിന്റെ പരിസരം കാടുകയറി കിടക്കുന്നത് കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാടിനൊപ്പം രക്ഷിതാക്കളുടെ ആദിയും വളരുകയാണ്. കാടുകയറിയ സ്ഥലം പാമ്പുകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. അടുത്തിടെ സർക്കാർ ഏറ്റെടുത്ത ഈ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരവധി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾക്ക് പുറമെ അവലോകന യോഗങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പരിസരത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. കാടുകയറിയ സ്ഥലത്തേക്ക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നുണ്ട്. വലിയപറമ്പ് ജംഗ്ഷനിൽ തന്നെയാണ് ഇത്തരത്തിൽ കാടുകയറിയ സ്കൂൾ പരിസരമുള്ളതെന്നാണ് ഏറെ കൗതുകം. സുരക്ഷയ്ക്ക് ഭീഷണിയായി സ്വകാര്യ സ്ഥലങ്ങളിൽ കാടുകയറിയാൽ പോലും വെട്ടിനീക്കാൻ പഞ്ചായത്തുകൾക്ക് ബാധ്യതയുണ്ടെന്ന കോടതി വിധിയും തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവും നിലനിൽക്കുമ്പോഴാണ് പൊതുവിദ്യാലയത്തിനോട് ചേർന്ന് കാടുകയറി കിടക്കുന്നത്. TCV ന്യൂസ് മാള. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഓണസദ്യ ഞായറാഴ്ച നടക്കും. ചിങ്ങം 1-നാണ് തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഓണസദ്യ സംഘടിപ്പിക്കുന്നത്. ബ്രദേഴ്സ് തിരുവില്ലാമലയുടെ നേതൃത്വത്തിലാണ് സമർപ്പണം. തുടർച്ചയായി 13ാം വർഷമാണ് ചിങ്ങം 1-ന് സദ്യ നടത്തുന്നത്. കുട്ടികൾക്കായി വിനോദോപാധികൾ ഒരുക്കി കൊടുങ്ങല്ലൂർ ശൃംഗപുരം GLP സ്കൂളിൽ വർണ്ണക്കൂടാരം തുടർന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, KS ഖൈസാബ്, LC പോൾ, കൌൺസിലർമാരായ KR ജൈത്രൻ, CS സുവിൻ, ഗീതാറാണി തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണക്കൂടാരത്തിന്റെ ശില്പി ഷൈൻ മഞ്ഞളിയെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിന് മുൻവശത്തായി റോഡിനോട് ചേർന്ന് വളർന്നു നിന്നിരുന്ന കുറ്റിച്ചെടികൾ ഓട്ടോ ഡ്രൈവർ വെട്ടിമാറ്റി. ഡ്രൈവർ രാജൻ പയ്യക്കായാണ് കുറ്റിച്ചെടികൾ വെട്ടിനീക്കിയത്. കുറ്റിച്ചെടികൾക്കിടയിൽ ഇഴജന്തുക്കളെ കാണുന്നത് പതിവായ സാഹചര്യത്തിലാണ് രാജൻ ഈ മാതൃകാ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. കൊടകര സ്നേഹ മ്യൂസിയത്തിന്റെ വാർഷികം ആഘോഷിച്ചു. 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹത്തിന്റെ രൂപഭാവങ്ങൾ അക്ഷരങ്ങളിലൂടെ പ്രതിനിധാനം ചെയ്യുന്ന 11 സ്നേഹരൂപങ്ങൾ എന്ന ശില്പം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം എഴുത്തുകാരി രാജകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രായഭേദമന്യേ സ്വാതന്ത്ര്യമായി വരയ്ക്കാനായി സജ്ജമാക്കിയ തുറന്ന ക്യാൻവാസിന്റെ ഉദ്ഘാടനം മേള കലാകാരൻ കൊടകര ഉണ്ണി നിർവഹിച്ചു. പ്രകാശൻ ഇഞ്ചംകുണ്ട്, എഴുത്തുകാരൻ അഡ്വക്കേറ്റ് VP ലിസൺ എന്നിവർ സംസാരിച്ചു.
തലോർ ദീപ്തി ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി യോഗം ചേർന്നു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക റീന കെ ജോൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ വിൻസെന്റ് പാറേക്കാട്ടിൽ, ബാബു ഡേവിസ്, ജോസഫ് ചാക്കേരി, MJ വിൻസെന്റ്, ഫാദർ സിബി വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. മാള പള്ളിപ്പുറം സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശതാബ്ദി വിളംബര പ്രയാണം നടത്തി. തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്നാണ് വിളംബര ദീപശിഖ പ്രയാണം തുടങ്ങിയത്. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ പ്രയാണ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ ദിവ്യബലിയും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം വർഷം തോറും നടത്തിവരാറുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ സാന്ത്വനത്തിന്റെ ആദ്യഘട്ടം കേരള വർമ്മ വായനശാല ഹാളിൽ നടന്നു. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സുഹൃത്ത് സംഘം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷത വഹിച്ചു. MLA സേവിയർ ചിറ്റ്ലപ്പള്ളി, നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, നഗരസഭാ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത, കവിത കൃഷ്ണനുണ്ണി, PN വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. US-ലെ ഹാർവാർഡ് സർവകലാശാലയിലേക്ക് തൃശൂർ സ്വദേശിനി ഹനാൻ ഫാത്തിമ. മോളിക്കുലാർ ആൻഡ് സെല്ലുലാർ ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ന്യൂറോ സയൻസിൽ സ്കോളർഷിപ്പോടെ PhD ഗവേഷണം ചെയ്യാനുള്ള അവസരമാണ് കൊടുങ്ങല്ലൂർ സ്വദേശിനി ഹനാന് ലഭിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ കൊടുങ്ങല്ലൂർ ശാന്തിപുരം കറുകപ്പാടത്ത് KA നൌഷാദിന്റെയും അധ്യാപിക തസ്നിം നൌഷാദിന്റെയും മകളാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകാമ്പാൽ യൂണിറ്റിന്റെ 25ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MK പോൾസൺ സ്മരണിക പ്രകാശനം ചെയ്തു. റെഡ്സൺ റോയ്, KR ബിജി, PI മോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഇടവക ദിനവും ആഘോഷിച്ചു. ഡോക്ടർ ജോസഫ് മാർ ദിവാനാസിയൂസ് മുഖ്യ കാർമ്മികനായി. കുടുംബസംഗമത്തിൽ ഫാദർ ബെഞ്ചമിൻ, വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ S പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. AIYF ചേർപ്പ് മണ്ഡലം കമ്മിറ്റി യുവസംഗമം സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. AIYF ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് ശങ്കർ അധ്യക്ഷനായി. KK ജോബി, KK രാജേന്ദ്രബാബു, BA ബെന്നി, രേഖ റിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ചിന്മയ നവഗ്രഹ ക്ഷേത്രത്തിൽ ലളിതാമൃതം ശ്രീ ലളിത സഹസ്രനാമ പദപഠന വേദിയുടെ നേതൃത്വത്തിൽ ശ്രീ ലളിത സഹസ്രനാമ ജപം നടന്നു. സാമൂഹ്യ പ്രവർത്തക ശോഭ സുരേന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ജപത്തിന് തുടക്കമിട്ടു. വില്ലടം നവത്രിക്കോവ് ശിവക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ തിരുമേനി കാർമ്മികത്വം വഹിച്ചു.
പെരുവല്ലൂർ കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആദരണ ചടങ്ങും നടന്നു. ഇല്ലം നിറയ്ക്ക് അരുൺകുമാർ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ കെ കുഞ്ഞുണ്ണി, സുരേഷ് കുമാർ, സാബു പിള്ളാട്ടിൽ, PN സോമശേഖരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രാസലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി. മുരളി പെരുന്നെല്ലി MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജെന്റിൽമെൻസ് ക്ലബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, ഭാരവാഹികളായ VG തോംസൺ, PK ബാബു, വേണു ഒബേര തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബങ്ങളിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉളവാക്കുന്ന ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KK ഭാഗ്യനാഥൻ, ഷിനോദ് ചിറയിൽ, AA മുഹമ്മദ്, താജുദ്ദീൻ കാവുങ്ങൽ, ഷീല പ്രേംരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിലവിലുള്ള വ്യാപാരം നാളെ കുറച്ചാൾ കഴിയുമ്പോൾ ഇത് എന്താവും? SSLC, +2, VHC എന്നീ പരീക്ഷകളിൽ A+ നേടിയവർക്ക് ദേശീയ അധ്യാപക ഫെഡറേഷൻ നൽകുന്ന ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റ് വിതരണവും തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KS രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റിൻസ് P സെബാസ്റ്റ്യൻ, തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K രതി, M വസന്തരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടിയിൽ രക്തദാന ക്യാമ്പും സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തി. VKG ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ഷാസ് കെയർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അസോസിയേറ്റീവ് ഡയറക്ടർ ഫാദർ പോൾ പേരാമംഗലത്തിൽ ചടങ്ങിൽ ആദരിച്ചു. VKG ഗ്രൂപ്പ് ചെയർമാൻ VK ജോർജ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ, പാവറട്ടി പഞ്ചായത്ത് അംഗം ജെറോം ബാബു, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കൂനമൂച്ചി സൽസംഗ് ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരം വെങ്കിടം സ്വദേശി KR ജോർജിന് തിങ്കളാഴ്ച സമ്മാനിക്കും. അധ്യാപകൻ, പൊതുപ്രവർത്തകൻ തുടങ്ങി വിവിധ മേഖലകളിൽ സേവനങ്ങൾ പരിഗണിച്ചാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നത്. വെങ്കിടം പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജോർജിന് ഉപഹാരം സമ്മാനിക്കും. കേരള കലാമണ്ഡലത്തിൽ വീണ്ടും കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചു. കഥകളി വടക്കൻ വിഭാഗം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 പെൺകുട്ടികളും ആൺകുട്ടിയും അരങ്ങേറ്റം കുറിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്ദളം വിഭാഗത്തിലെ 4 ആൺകുട്ടികളും അരങ്ങേറ്റം കുറിച്ചു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്തിന്റെ ക്ലീൻ കൊടകര ശുചിത്വ ഗ്രാമ അവാർഡ് വിതരണവും വായനശാല, ജിംനാസ്റ്റിക് സെന്റർ, ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മനക്കുളങ്ങര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ CA റെക്സ്, TV പ്രജിത്ത്, KG രജീഷ് എന്നിവർക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ശുചിത്വ ഗ്രാമ അവാർഡുകൾ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ്, കുടുംബശ്രീ ജില്ലാ മിഷൻ ഡയറക്ടർ ഡോക്ടർ U സലീൽ, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജിനേഷ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രിമാരായ തൈക്കാട് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കർ കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി.
വാണിജ്യം. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജി മാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ തൃശൂരിലെ 10ാമത് ഷോറൂമാണ് പൂത്തോളിലേത്. ഞായറാഴ്ച രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പി ബാലചന്ദ്രൻ MLA ആദ്യ വിൽപ്പന നിർവഹിക്കും. കോർപ്പറേഷൻ കൌൺസിലർ സാറാമ റോബ്സൺ, ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടാണ് നന്ദിലത്ത് ജി മാർട്ട് നൽകുന്നത്. കേരളത്തിലുടനീളമുള്ള എല്ലാ നന്ദിലത്ത് ജി മാർട്ട് ഷോറൂമുകളിൽ നിന്നും 2025 ജൂലൈ 20 മുതൽ 2026 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്നവർക്കായി ജി മാർട്ട് വക്ക ലക്ക ഓഫറിലൂടെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 5 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ, 100 LED ടിവികൾ, 100 വാഷിംഗ് മെഷീനുകൾ, 100 റെഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെടുപ്പിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാം. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും ഒരു 32 ഇഞ്ച് LED TV വീതം 10 ടിവികൾ സമ്മാനമായി നൽകുന്നു. ചില്ലാക്സ് ഓഫറിന്റെ സമ്മാനദാനവും ഇതോടൊപ്പം നടക്കും. നന്ദിലത്ത് ജി മാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറടക്കം നിരവധി സമ്മാന പദ്ധതികളാണ് നന്ദിലത്ത് ജി മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ ഗോപു നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ്, ഡിവിഷൻ ഹെഡ് M പ്രവീൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 7615, പവന് 60920. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. BJP മാർച്ചിനിടെ പോലീസ് മർദ്ദനത്തിൽ പരാതി നൽകി BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ മിനി ക്യാബിനറ്റായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നുവെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം P. സന്തോഷ് കുമാർ MP. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം ക്രിസ്ത്യൻ സമൂഹത്തോട് സർക്കാർ വലിയ വിവേചനം കാട്ടുകയാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ അരിയങ്ങാടി മാർക്കറ്റിൽ കയറ്റിറക്ക് മണിക്കൂറുകളോളം സ്തംഭിച്ചു. പേട്ടക്കൂലി ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. ദേശീയപാതയിലെ ചാലക്കുടി മുരിങ്ങൂർ മേഖലയിൽ വൻ ഗതാഗത കുരുക്ക്. 10 കിലോമീറ്റർ വരെ വാഹനങ്ങൾ കുടുങ്ങി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3ആയി. ഗുരുതരമായി പരിക്കേറ്റ കൂനമ്പൂച്ചി സ്വദേശി ആന്റണി മരിച്ചു. നാളെ ചിങ്ങം 1 പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന്, 8-ന് പുലിക്കൽ. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച 50-കാരന് 33 വർഷ കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കയ്പമംഗലം സ്വദേശി രഘുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.